CPM-ന്റെ അത്യാവശ്യം പേരെടുത്ത് നിൽക്കുന്ന നേതാക്കൾ, അതായത് നമ്മുടെ ശൈലജ ടീച്ചർ, ശ്രീമതി ടീച്ചർ, ആര്യ രാജേന്ദ്രന്, ഇങ്ങനെയുള്ള സ്ത്രീ നേതാക്കളെ ഇങ്ങനെയുള്ള സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കടന്നാക്രമിക്കുന്ന ഒരു രീതിയുണ്ട് കോൺഗ്രസിന്. പൊതുവെ ഈ പ്രത്യേകിച്ച് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കുറച്ചധികം അത് കൂടുതലാണ്. എങ്കിൽ കൂടെയും അല്ലാത്ത സമയങ്ങളിലാണെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും ഒരു ചെറിയൊരു ആയുധം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വലിയ രീതിയിൽ ഉപയോഗിക്കുകയാണ് കോൺഗ്രസ്സുകാർ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്ത്രീകൾക്ക് നേരെ മാത്രം, അല്ലെങ്കിൽ ഇങ്ങനെ CPM-ലെ സ്ത്രീകളായിട്ടുള്ള നേതാക്കൾക്കെതിരെ കോൺഗ്രസ് ഇങ്ങനെയുള്ള അതിക്രമം നടത്തുന്നത്? ശരിക്കും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഒരു വലിയ ഒരു ഇതോടുകൂടി, ഉറപ്പോടുകൂടി, അല്ലെങ്കിൽ ഗൂഢാലോചനയോടുകൂടി നടത്തുന്ന ഒരു ശ്രമമാണ് എന്ന് പറയേണ്ടി വരും ഇതിന്. നമുക്കറിയാം, പലപ്പോഴും വനിതാ നേതാക്കന്മാരായിട്ട്, ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞ ഇപ്പോൾ ശ്രീമതി ടീച്ചർ, ഇങ്ങോട്ട് വന്നാൽ ശൈലജ ടീച്ചർ, വീണ ജോർജ്, ആര്യ രാജേന്ദ്രൻ, സതീദേവി, ഇങ്ങനെ നിരവധി പേരുണ്ട്, ജോസഫൈൻ മരിച്ചുപോയി. അപ്പോൾ ഇവരൊക്കെ വലിയ തോതിൽ ഇവരെയൊക്കെ കടന്നാക്രമിക്കുന്ന ഒരു ശീലമുണ്ട്. അത് മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും അതല്ല ഇനിയും അല്ലാതെ നേരിട്ടാണെങ്കിലും ഒക്കെ വിവാദ പ്രസ്താവനകൾ ഇറക്കുന്ന കോൺഗ്രസിന് ഒരു ശീലമാണ്. കെ മുരളീധരൻ ഒരിക്കൽ ആര്യ രാജേന്ദ്രനെ കുറിച്ചിട്ട് ഇവരെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പരസ്യമായി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഒരു സ്ത്രീ ആയിപ്പോയി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പലയിടത്തും ഒരു ആക്രമണം. ഇപ്പം ശൈലജ ടീച്ചർ ഒരു സമയത്ത് ഇവിടെ കേരളത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന തരത്തിലാണ് കോൺഗ്രസ്സുകാർ സൈബർ ആക്രമണം നടത്തിയ ശൈലജ ടീച്ചറിനെ. ഏതെല്ലാം തരത്തിൽ ആക്രമിച്ചു, ടീച്ചറമ്മ എന്ന് വിളിക്കുന്നു. പിന്നെ അതിൽ ഏറ്റവും മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ കോവിഡ് റാണി എന്ന് വിളിച്ചില്ലേ, റോക്കിംഗ് സ്റ്റാർ എന്ന് വിളിച്ചില്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താ അർത്ഥം? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വനിതാ നേതാക്കന്മാരുടെ എണ്ണം വളരെ കുറവാണ്. വനിതാ നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്നൊരു പേര് നമ്മൾ വളരെ കാലമായി കേൾക്കുന്നുണ്ട്. റിനി ആൻ ജോർജ് എന്ന് പറയുന്ന അതിപ്പം പുതിയതായിട്ട് ഉയർന്നു വന്നൊരു പേരാണ്. പിന്നെ സിമി റോസ്ബെൽ എന്ന് പറയുന്ന ഒരു പേര്, ഇതൊന്നും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ഉയർന്നു വന്നപ്പോഴാണ് ഈ ഷഹനാസിനെ പോലുള്ളവരുടെ പേരുകൾ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ഉയർന്നു വന്നപ്പോൾ വിവാദമായപ്പോൾ മാത്രമാണ് ഇവരുടെയൊക്കെ പേര് ഉയർന്നു വരുന്നത്. ഇപ്പൊ ജബി മേത്തറിനൊക്കെ എന്ത് പ്രാധാന്യമുണ്ട് കേരള രാഷ്ട്രീയത്തിൽ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പം MP അങ്ങനത്തെ ആക്കിയിട്ട് ജബി മേത്തറെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുപോലെ ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, പിന്നെ ദീപ്തി മേരി വർഗീസോ അങ്ങനെ കണ്ട് പറയുന്ന ഒരു നേതാവുണ്ട്. ഇങ്ങനെ പറയുന്ന കുറേയധികം നേതാക്കന്മാർ ഇവർക്കും ഉണ്ട്. പക്ഷേ ഈ നേതാക്കന്മാർക്ക് ആർക്കും അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാൻ ഇതുവരെ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പം പത്മജ, എന്തുകൊണ്ടാണ് പത്മജയ്ക്ക് കോൺഗ്രസ് പാർട്ടി വിട്ടിട്ട് പുറത്ത് BJP-യിലേക്ക് പോകേണ്ട ഗതികേട് ഉണ്ടായത്? എന്നിട്ട് ഈ പത്മജ ഇപ്പോൾ കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു നേതാവ് കൂടിയായി മാറുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, കോൺഗ്രസിൽ നിൽക്കുന്ന വനിതാ നേതാക്കന്മാർക്ക് പൊതുവെ ഒരു സ്ത്രീവിരുദ്ധ മനോഭാവം കോൺഗ്രസ്സുകാർ വെച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നമ്മൾ MLA-മാരെ പരിഗണിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള ശക്തർ എന്ന് വിളിക്കാൻ പറ്റുന്ന എത്ര MLA-മാരാണ് ശരിക്കും പുറത്തേക്ക് വരുന്നത്? ഈ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം MP ആയിട്ടിരുന്ന ഒരാളാണ് രമ്യ ഹരിദാസ്. തുടർന്ന് ചേലക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ രമ്യ ഹരിദാസിന് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ദുർബലയായ നേതാവാണ് രമ്യ ഹരിദാസ്, വെറും ദുർബലയായ നേതാവ്. ഇപ്പൊ തന്നെ ഈ പറയുന്ന ഈ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഭംഗ്യന്തിരേണ സൂചിപ്പിച്ചുകൊണ്ട് ഇപ്പം വെട്ടിലായിരിക്കുകയാണ് അവർ. ടൂറിസ്റ്റുകളിൽ നിന്ന് വിളിച്ചുകൊണ്ട് അവരെ ആണോ വിളിച്ചതെന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പം പിന്നെ തന്നെയല്ല, പാട്ട് പാടാൻ അറിയാവുന്ന ഒരു വനിതാ നേതാവ്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന രമ്യ ഹരിദാസിന് എന്തെങ്കിലും പ്രാധാന്യം കോൺഗ്രസ് പാർട്ടിക്കാർ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല എന്നേ പറയുള്ളൂ. അർഹിക്കുന്ന പ്രാധാന്യമൊന്നുമില്ല. PK ജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് ഉണ്ടായിരുന്നു, എനിക്കിന്ന് മാനന്തവാടിയിൽ നിന്ന് മറ്റോ വിജയിച്ച. അവരിപ്പോൾ എവിടെയാണ്? ഇത്തവണ പരാജയപ്പെട്ടു പോയ ഒരു നേതാവാണ് അവർ മന്ത്രി വരെയായിരുന്നു. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട്? പക്ഷെ അവർ ഒരു ഇതിനകത്ത് ഫണ്ട് തട്ടിപ്പ് കേസുമായിട്ട്, ആദിവാസി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസിൽ അവർ ഉൾപ്പെട്ടു പോയി ഒരു നേതാവാണ്. ഇപ്പൊ തന്നെ CK ജാനു ഇതിനകത്തേക്ക് അസോസിയേറ്റ് അംഗം എന്നുള്ള നിലയിൽ CK ജാനുവിന്റെ പാർട്ടി കൂടി ഇതിനകത്തേക്ക് വരുന്നു. ഇപ്പൊ ഇതിനകത്ത് നിൽക്കുന്ന ഘടകകക്ഷികളിൽപ്പെട്ട പാർട്ടികളിൽ ഉള്ള വനിതാ നേതാക്കളല്ലാതെ ഇപ്പം KK രമ സ്ട്രോങ്ങർ ദാൻ ദ സ്ട്രോങ്ങസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു നേതാവാണ്. എനിക്ക് KK രമയുടെ പല കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അവർ വലിയ കരുത്തയായ ഒരു വനിതാ നേതാവാണ്. എന്തുകൊണ്ട് അവർ കരുത്തയായ വനിതാ നേതാവായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയമാണ് അവരുടെ പ്രശ്നം. അത്ര കരുത്തയായി മാറാൻ ഇവിടെ ഉമാ തോമസിന് കഴിയുന്നില്ല. ഇപ്പോഴും ഉമാ തോമസിനെ അവിടെ വെട്ടി തൃക്കാക്കര മണ്ഡലം വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണ്, ഉമാ തോമസിനെ വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമാ തോമസ് കരുത്തയായ നേതാവൊന്നുമല്ല. ഉമാ തോമസ് എന്തുകൊണ്ട് ഉമാ തോമസായി മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
പി ടി തോമസിന്റെ ഭാര്യ ആയതുകൊണ്ടുള്ള ഒരു കരുത്തുണ്ട്, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അതേസമയം അങ്ങനെയല്ല അവർ പിന്നെ നമ്മൾ കെ കെ രമയെ പരിശോധിക്കുമ്പോൾ കെ രമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായി അവർ വിശ്വസിച്ച് വന്നൊരു പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് RMP എന്ന് പറയുന്നൊരു പാർട്ടി ആയതുകൊണ്ടാണ് അവർ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. KR ഗൗരിയമ്മ അങ്ങനെ തന്നെയായിരുന്നല്ലോ. UDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ KR ഗൗരിയമ്മയ്ക്ക് മന്ത്രിയാവാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ്? അവർ വിശ്വസിച്ച് വന്ന ഒരു രാഷ്ട്രീയ സിദ്ധാന്തവും അവർ പിന്നീട് കോൺഗ്രസ് ആവാതെ JSS എന്ന് പറയുന്നൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ടുമാണ് അവർക്ക് ഇപ്പം പറയുന്ന ഗൗരിയമ്മയ്ക്ക് പലപ്പോഴും മന്ത്രിസഭയിൽ ഇരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ വേറെ എത്ര പേർക്ക് ഇപ്പം UDF ഭരിച്ചാൽ ബിന്ദു കൃഷ്ണയ്ക്ക് മന്ത്രിയാവാൻ സാധിക്കുമോ? ബിന്ദു കൃഷ്ണ മന്ത്രി ആവാൻ അവരെ അനുവദിക്കില്ല എന്നുള്ള കാര്യം. ഇനി അഥവാ മന്ത്രി ആയെന്ന് വെച്ചു, ഒരു നല്ലൊരു മന്ത്രിയായിരിക്കാൻ ബിന്ദു കൃഷ്ണയ്ക്ക് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത്രത്തോളം ബിന്ദു കൃഷ്ണ അത്ര കാലിബർ ഉള്ള ഒരു വനിതാ നേതാവായിട്ട് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ഉമാ തോമസിനെ ഒരു മന്ത്രിയാക്കാൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കെ കെ രമയ്ക്ക് ഒരു പക്ഷേ പറ്റിയേക്കും. ഉമാ തോമസിന് ഒരു മന്ത്രിയായിരിക്കാനുള്ള ക്വാളിറ്റിയോ ക്വാളിഫിക്കേഷനോ ഒന്നുമില്ല. ഇപ്പൊ പിന്നെ ഉമ്മൻചാണ്ടിയുടെ മകൾ മത്സരിക്കാൻ പോകുന്നു, ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും കൂടെ മത്സരിപ്പിക്കണമെന്നൊക്കെയാണ് ഇപ്പൊ കോൺഗ്രസ്സുകാർ ഉയർത്തിയൊരു ആവശ്യം. ഇതില് ചാണ്ടി ഉമ്മൻ തന്നെ പറഞ്ഞു, അങ്ങനെ കുടുംബത്തിൽ കയറി അങ്ങനെ കളിക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി, അത് ഞാൻ തന്നെയാണ് എന്ന് ചാണ്ടി ഉമ്മൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പം എന്തുകൊണ്ടാണ് അവിടുന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വനിതാ നേതാവിനെ കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വനിതാ നേതാവ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. ഇപ്പൊ CMBയിൽ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പരിഗണിക്കാം. പക്ഷെ CMBയിൽ CP ജോൺ മാത്രമേ കയറി വരാൻ സാധ്യതയുള്ള ഒരു നേതാവുള്ളൂ, ബാക്കി എല്ലാം ആ വഴിക്ക് പോകുന്നവരാണ്. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് ആൺകോയ്മയുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതായത് ഞങ്ങൾ തന്നെ മതി. ഇപ്പൊ സിമി റോസ് ബെൽ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വനിതാ നേതാവ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഇതിനകത്തൊരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. ഈ പവർ ഗ്രൂപ്പിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകാത്തവരാരും കോൺഗ്രസ് പാർട്ടിയിൽ വനിതാ നേതാക്കന്മാരായിട്ട് ഉണ്ടാവില്ല, അവരുടെ താല്പര്യത്തിനനുസരിച്ച്. ഇത് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് പലപ്പോഴും ഈ സിനിമ ഫീൽഡിലൊക്കെ നടക്കുന്നത് കാസ്റ്റിംഗ് കൗച്ച്. അങ്ങനെയുള്ള ഒന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് ഈ സിമി റോസ് ബെൽ എന്ന് പറയുന്ന അവർ മാധ്യമപ്രവർത്തകന്റെ ഭാര്യ കൂടിയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി അവർ വ്യക്തമായി പറയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് പാർട്ടിയിൽ വനിതാ നേതാക്കന്മാർ വളർന്നു വരാൻ ഇവർ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ അനുവദിക്കണമെങ്കിൽ മറ്റ് ഏതെങ്കിലും നേതാക്കന്മാരുമായിട്ട് അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് താല്പര്യം കൂടി ഉണ്ടാവണം. അങ്ങനെ ഒരു പ്രശ്നം കൂടി കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുണ്ട്. അതേസമയം ഇപ്പം നോക്കൂ, ആര്യ എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ ഒരു തിരുവനന്തപുരം പോലും നഗരത്തിന്റെ മേയറായിരുന്ന ഒരാളാണ്. ആ മേയറായ കാലഘട്ടം മുതൽ ആര്യ രാജേന്ദ്രനെ ഏതൊക്കെ തരത്തിലാണ് തകർക്കാൻ ശ്രമിച്ചതെന്ന് ആലോചിച്ച് നോക്കും. അവിടുത്തെ അവർ മര്യാദയ്ക്ക് മേയറായിട്ട് ഓഫീസിലേക്ക് കയറാൻ പോലും സമ്മതിച്ചിട്ടില്ല, പ്രതിപക്ഷം അനുവദിച്ചിട്ടില്ല. അവിടെ അവർ കയറുന്ന വഴിയിൽ പോലും കിടന്ന് സമരം ചെയ്യുന്ന ഒരു അവസ്ഥ വരെ ആ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായി. എന്തിനായിരുന്നു? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ അന്ന് ആറ്റുകാൽ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയാം, പണ്ട് കഴിഞ്ഞ തവണ ആറ്റുകാൽ പൊങ്കാല ഇട്ടപ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് ആ പൊങ്കാല ഇടാൻ വന്ന സ്ത്രീകൾക്ക് ലഭിച്ചത് അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ള കാര്യം കഴിഞ്ഞ തവണ പൊങ്കാല ഇട്ടവർക്കറിയാം. എന്നാൽ ഇത്തവണ ആ സൗകര്യങ്ങളുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് സംഭവിച്ചു? ആര്യ രാജേന്ദ്രൻ്റെ ഒരു വിഷൻ ഉണ്ടായിരുന്നു. ഇതിനെ ക്രമീകരിക്കാനും വകുപ്പുകളെ, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് വളരെ ഫലപ്രദമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയുമായിരുന്ന ഒരാൾ തന്നെയായിരുന്നു. ഇവിടെ ആര്യ രാജേന്ദ്രൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് തിരുവനന്തപുരം നഗരസഭ കിട്ടാവുന്നിടത്തോളം അവാർഡുകളെല്ലാം മേടിച്ചെടുത്തത്, കിട്ടാവുന്ന പുരസ്കാരം എല്ലാം മേടിച്ചെടുത്തു. അവിടെ കാർബൺ ഫ്രീ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പിന്നെ തിരുവനന്തപുരം നഗരം എത്തിപ്പെട്ടതും അവരുടെ ഈ ആര്യ രാജേന്ദ്രൻ്റെ ഭരണ മികവ് കൊണ്ട് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു സ്ട്രോങ് ലേഡിയാണ്. ആ കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ശൈല ടീച്ചർ, ഇപ്പൊ ശൈല ടീച്ചർ മുന്നോട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഈ ശൈല ടീച്ചറിന് പകരമായി കോൺഗ്രസിൽ നിന്ന് ഞാനിപ്പോൾ പറയുന്ന ബിന്ദു കൃഷ്ണയായിരുന്നു ശൈല ടീച്ചറിന് പകരം മന്ത്രി എന്ന് കരുതുക. കഴിഞ്ഞ ഒരു 5 വർഷക്കാലം 2016 മുതൽ 2021 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ശൈല ടീച്ചറിന്റെ പകരം ബിന്ദു കൃഷ്ണയായിരുന്നു ആരോഗ്യവകുപ്പ് ഭരിച്ചിരുന്നതെങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ എന്ന് സ്വാഭാവികമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാൻ കഴിയും. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, ആ സമയത്ത് കോവിഡും കൂടെ വന്നു, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ബിന്ദു കൃഷ്ണ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. നമുക്ക് എങ്ങനെ അതിനെ നമ്മളൊന്നും കാണൂല. അത് തന്നെ നമ്മള് മലയാളീസ് ഒന്നും ഇവിടെ കാണില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ അതുപോലെ ആരോഗ്യവകുപ്പ് ഇതുപോലെ നാശമായി കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ശ്രീമതി ടീച്ചർ ഇവിടെ വന്നത്. പക്ഷെ അവരുടെയൊക്കെ പ്രസംഗത്തിന് പോലും അല്ലെങ്കിൽ അവർ പറയുന്ന ഓരോ വാക്കുകൾക്ക് പോലും ഒരു പവറുണ്ട്. ഇപ്പൊ CS സുജാത എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. അവരുടെ സംസാരത്തിനോ അല്ലെങ്കിൽ അവരുടെ പിന്നെ പ്രസംഗത്തിനോ പോലും ഒരു പവറുണ്ട്. ഈ പവർ ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെയുള്ള പവറുള്ള വനിതാ നേതാക്കന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും. അപ്പൊ പിന്നെ എന്ത് ചെയ്യുക? അങ്ങനെയുള്ള വനിതാ നേതാക്കന്മാരുള്ളവരെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശൈല ടീച്ചർ ആണെങ്കിലും ശ്രീമതി ടീച്ചർ ആണെങ്കിലും എനിക്ക് തോന്നുന്നു CS സുജാതയെ മാത്രമേ ഉള്ളൂ അധികം കയറി അങ്ങോട്ട് ചൊറിയാത്തത്.
അത് കാര്യം അവർ മന്ത്രിയായിട്ടില്ല. അവർ മന്ത്രിയാവുന്ന ഒരു കാലഘട്ടം വരട്ടെ. വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം വീണ ജോർജ് കേട്ട പോലെ ഒരു പഴി ഈ പറയുന്ന കേരളത്തിലെ ഒരു മന്ത്രി പോലും, പിണറായി വിജയൻ പോലും കേട്ടിട്ടില്ല. അത്രത്തോളം പഴി കേട്ട ഒരു മന്ത്രിയാണ് വീണ ജോർജ്. ഇപ്പം വീണ ജോർജിന്റെ ഭർത്താവ് ഇപ്പം വീണ ജോർജ് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് കത്ത് കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, അതൊക്കെ അവരുടെ ഫാമിലി കാര്യങ്ങളാണ്. പക്ഷെ വീണ ജോർജ് എന്ത് തെറ്റാണ്, എന്ത് മാരകമായ അപരാധമാണ് ആ വകുപ്പിലേക്ക് ചെയ്തു വെച്ചത് എന്ന് കൂടി പറയാൻ എന്തുകൊണ്ട് ഇവർക്ക് തയ്യാറാവുന്നില്ല? ഇപ്പം സമരം നടത്തുകയല്ലേ, KSUക്കാർ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മറ്റേ അവനുണ്ടല്ലോ KSUവിന്റെ നേതാവ്, എന്തോ സേവിയർ, അവനും പറഞ്ഞു വീണ്ടും ഞങ്ങൾ സമരത്തിന്, അലോഷി സേവിയർ, അവൻ പറയും വീണ്ടും ഞങ്ങൾ സമരത്തിന് പോവാണ് എന്ന് പറഞ്ഞു. പൊയ്ക്കോളൂ. പക്ഷെ എന്താണ് വീണ ജോർജ് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്ത കെടുകാര്യസ്ഥത എന്നുള്ളത് വ്യക്തമാക്കാൻ തയ്യാറാവണം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വീണ ജോർജ് ഭരിച്ച ഏത് വകുപ്പിന് എന്തൊക്കെ തകരാറുകൾ ഉണ്ടായി എന്നുള്ള കാര്യം കൃത്യമായി പറയാൻ തയ്യാറാകണം. ഈ പറയുന്ന സമരത്തിന് പോകുന്ന യൂത്ത് ആണെങ്കിലും KSU ആണെങ്കിലും. എന്തുകൊണ്ട് അവർക്ക് പറയാൻ കഴിയാത്തത്? അങ്ങനെ സ്പെസിഫൈ ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളാണ് ഇവരിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ഇത് വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് പറയുന്ന, ഇവരെ എന്താ പറയുക, തകർക്കാൻ ശ്രമിക്കുക വനിതാ നേതാക്കളെ, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കോൺഗ്രസിൽ നടക്കും. പക്ഷേ CPM-ന്റെ വനിതാ നേതാക്കൾ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അവർക്ക് ഈ തടസ്സവാദമൊന്നും അവരെ സംബന്ധിച്ചുള്ള വിഷയമൊന്നുമില്ല. കാര്യം അവർ ഇപ്പം ശ്രീമതി ടീച്ചറാണെങ്കിലും ശൈലജ ടീച്ചറാണെങ്കിലും വളർന്നു വന്നത് അവിടുത്തെ ഒരു കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിൽ കിടന്നിട്ടാണ്. അവിടെ ഇതിനെക്കാട്ടി വലിയ കൊലകൊമ്പന്മാരെ കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വലിയ പ്രശ്നമല്ല. സ്ട്രോങ് ആയിട്ടുള്ള ഫേസുകൾ എപ്പോഴും CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ വനിതാ നേതാക്കന്മാരെ അടിച്ച് ഒരു മൂലക്കിരുത്താൻ ശ്രമിക്കുന്ന പോലെ CPM-ന്റെ വനിതാ നേതാക്കളെ അടിച്ചിരുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്കെതിരായിട്ട് ഇത്ര കടുത്ത അക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവരൊക്കെ ഓരോ സ്ഥാനത്തേക്ക് പറയുന്ന ഇത്രയേ ഉള്ളൂ. തൻ്റെ ഇടത്തോടു കൂടി ഒരു വനിതാ നേതാവിനെ മന്ത്രിയാക്കാൻ ഇവർ തയ്യാറാണോ? UDF അധികാരത്തിൽ വന്ന ഒരു വനിതാ നേതാവിനെ മന്ത്രിയാക്കിയാൽ മതി. അങ്ങനെ ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം നടത്താൻ UDF-നെ മൊത്തത്തിൽ വെല്ലുവിളിക്കുകയാണ്. ഇപ്പം മുസ്ലിം ലീഗ് ആണെങ്കിൽ പോലും വെല്ലുവിളിക്കാം. അപ്പം അങ്ങനെ ഒരു നീക്കം നടത്താൻ ഇവർ തയ്യാറാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്നിട്ട് പോരെ മറ്റു പാർട്ടിയിൽ നിൽക്കുന്ന, അവിടുത്തെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വനിതാ നേതാക്കളെ അറ്റാക്ക് ചെയ്യാനെന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നു.